ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു 3-4 മെസ്സേജ് വന്നായിരുന്നു. കുറച്ച് ദിവസങ്ങളിലായിട്ട്. അത് മിക്കവരും ചോദിച്ചത് ഒരേ കാര്യം തന്നെയാണ്. നമ്മൾ GNM പഠിച്ചവർക്ക് ആം, മുന്നോട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? അതിനെന്തേലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ഡിഗ്രി വേണോ എന്നാണ്. അപ്പം നമ്മൾ GNM പഠിച്ചവർക്ക് മുന്നോട്ട് അവർക്ക് പഠിക്കാനായിട്ട് ടോപ്പ് അപ്പ് ഡിഗ്രിയുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഏത് കോഴ്സാണോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അവർ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊന്ന് നോക്കിയാൽ മതിയേ. പിന്നെ നമ്മൾക്ക് ഇപ്പം സപ്പോസ് ഇപ്പം GNM പഠിച്ച ഒരാൾ അപ്പം അവർക്കിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്ന് ഓർത്ത് നഴ്സിംഗിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ GNM പഠിച്ച ഒരാൾക്ക് ടോപ്പ് അപ്പ് ഡിഗ്രി ഇല്ലാതെ നമ്മൾക്ക് നേരെ യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നോക്കിയിട്ട് അത് ചില യൂണിവേഴ്സിറ്റികൾ 5 വർഷം പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ നഴ്സായിട്ട് 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതിന് അപ്ലൈ ചെയ്യാനായിട്ട്. ചില യൂണിവേഴ്സിറ്റീസ് 2 ഇയേഴ്സേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അവർക്ക് 2 ഇയേഴ്സ് മതി. അത് എല്ലാ യൂണിവേഴ്സിറ്റിയും സെയിം ആയിരിക്കത്തില്ല. ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിൻ്റെ റിക്വയർമെൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് മാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പേജിൽ പോയിട്ട് റിക്വയർമെൻറ്റ്സ് നോക്കണം. അപ്പോൾ അതിനകത്ത് ചിലതിനകത്ത് കാണും 2.2 ഹോണേഴ്സ് ഡിഗ്രി ഓർ ഇക്വാലൻ്റ് എന്ന് കാണും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിപ്ലോമ പറ്റുമെന്നാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം. പിന്നെ ചില ആൾക്കാരുണ്ട് വിളിച്ച് ചോദിക്കുന്നവരുണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ. പക്ഷേ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ചിലപ്പം ഉത്തരം പറയാൻ പറ്റിയെന്ന് വരത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു കൊളീഗ് ഇവിടുത്തെ ഡിപ്ലോമ ചെയ്തതാണ്. അപ്പോൾ ഒരു 20 ഇയേഴ്സിന് മുന്നേ അവൾ ചെയ്തതാണ്. അപ്പം അവൾക്ക് സംശയമായിരുന്നു, അവൾക്ക് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യാൻ പറ്റുമോ, അതായത് ടോപ്പ് അപ്പ് ഡിഗ്രി ചെയ്യണമെന്ന്. അപ്പം അവൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയിട്ട് അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടോപ്പ് അപ്പ് ഡിഗ്രി വേണം, GNM കൊണ്ട് ഡിപ്ലോമയും കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, നീ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരെന്ത് പറയുന്നു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ആ 3 വർഷത്തെ ട്രാൻസ്ക്രിപ്റ്റും പിന്നെ 3 വർഷത്തെ മാർക്ക് ലിസ്റ്റും മതിയായിരുന്നു. അപ്പം അതിൻ്റെ ടോപ്പ് അപ്പ് ഡിഗ്രിയുടെ ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറയുന്നത് ടോപ്പ് അപ്പ് ഡിഗ്രിയുടെ ആവശ്യം ഇല്ല എന്നുള്ളത്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി കയറി റിക്വയർമെൻറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അങ്ങോട്ട് അയയ്ക്കുക. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ അവരത് പറയും. ഇപ്പം എൻ്റെ അറിവിൽ ടോപ്പ് അപ്പ് ഡിഗ്രിയുടെ ആവശ്യമില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നും ടോപ്പ് അപ്പ് ഡിഗ്രിയുടെ ആവശ്യമില്ല. നമ്മൾക്ക് പഴയ ഡിപ്ലോമ തന്നെ മതി. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സിന് നിങ്ങൾക്കത് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസാണ്. മാസ്റ്റേഴ്സിന് അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. അപ്പോൾ അത് 2 ഇയേഴ്സ്, 1 ഇയർ ഫുൾ ടൈം ഉണ്ട്, 2 ഇയേഴ്സ് പാർട്ട് ടൈം ഉണ്ട്, 3 ഇയേഴ്സ് പാർട്ട് ടൈം ഉണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവർക്ക് ഏതാ പ്രോഗ്രാം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾ അതിൻ്റെ പ്രോഗ്രാം ലീഡ്സിൻ്റെ ഇമെയിലും ഫോൺ നമ്പരും ഒക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് കാണും നമ്മൾ ഈ നോക്കുന്ന കോഴ്സിൻ്റെ. അപ്പോൾ അവർക്കൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് പറയും എന്തുവാ വേണ്ടേ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണെന്നുള്ളത് അവരത് പറയും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മൊഡ്യൂൾസ് ചെയ്യാം, ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്. ഇപ്പം എല്ലാം കൂടി പഠിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 15 ക്രെഡിറ്റ്സിൻ്റെ അല്ലെങ്കിൽ 20യുടെ 30യുടെ അല്ലെങ്കിൽ 45 അങ്ങനെ ഓരോ ക്രെഡിറ്റ്സിൻ്റെ മൊഡ്യൂൾസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം 45 ക്രെഡിറ്റ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് പ്രിസ്ക്രൈബിംഗ് ആണ്. അപ്പം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് എന്താ പറഞ്ഞത്, പിന്നെ നമുക്കത് മാസ്റ്റേഴ്സിലോട്ട് നമ്മളത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് നമ്മളത് ചെയ്തേച്ചാൽ മതി, ക്രെഡിറ്റ് ചെയ്താൽ മതി. നമ്മൾക്ക് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് വേണ്ടത് 180 ക്രെഡിറ്റ്സ് ആണ് മൊത്തം വേണ്ടത്. ഞാൻ ഈ മാസ്റ്റേഴ്സിൻ്റെ എടുത്തു പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചത് GNM ആണ്, അവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ്, കാരണം പലരുടെയും എൻ്റെ മനസ്സിലുള്ളൊരു സംശയമായിരുന്നു നേരത്തെ. അപ്പോൾ അത് ഞാൻ കുറേ തപ്പിയൊക്കെയാണ്, ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഞാനത് കണ്ടുപിടിച്ചത്. കാരണം പലരും പറയും നമ്മൾക്ക് GNMകാർക്ക് അങ്ങനെ നേരെ ചെയ്യാൻ പറ്റുകയില്ല, നമുക്ക് ഡിഗ്രി വേണമെന്ന് പറയും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. അപ്പം പലർക്കും സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾക്ക് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ചെയ്യും. പക്ഷേ മൊത്തമില്ല, അവർ ACPയുടെ, അതായത് ഈ മാസ്റ്റേഴ്സിന് അവർ
ഫണ്ട് ചെയ്യുന്നതായിട്ട് എനിക്കറിവില്ല. അവർ ഒരെണ്ണം അവർ ചെയ്യുന്ന ഈ ഫിസിയോതെറാപ്പിയും അങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക്കും പിന്നെ റേഡിയോ തെറാപ്പിയും അതിനൊക്കെ ചെയ്യും. പിന്നെ അവർ ഇൻഡിപെൻഡൻറ്റ് പ്രിസ്ക്രൈബിങ് അതിനവർ ഫണ്ട് ചെയ്യും. അപ്പം അത് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ എംപ്ലോയീസ് ഉണ്ടല്ലോ, അവർക്ക് അപ്രന്റീസ്ഷിപ്പ് റൂട്ട് വഴി അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് അവരോട് സംസാരിക്കുക അതെങ്ങനെയാണെന്ന്. ചിലപ്പം NHSൻ്റെ ഫണ്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ എന്താ പറയുക കുറേ കാത്തിരിക്കേണ്ടി വരും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ലോൺ എടുക്കാവേ. ഈ സ്റ്റുഡൻറ്റ് ലോൺ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് നമ്മൾക്ക് ഒരു 13,000 വരെ സ്റ്റുഡൻറ്റ് ലോൺ കിട്ടും. 12,800 വരെ നമുക്ക് അതാണ് മാക്സിമം പോസ്റ്റ് ഗ്രാജുവേറ്റിന് സ്റ്റുഡൻറ്റ് ലോൺ കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്ന ഒരു 6.7% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അതെങ്ങനെ നോക്കുമ്പോഴത്തേനും ഇത്തിരി കൂടുതലായിട്ട് നമ്മൾക്ക് തോന്നുമല്ലോ. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മൾക്കിപ്പോൾ ഈ ഫണ്ടിങ് ഒക്കെ നമ്മൾക്ക് കിട്ടാൻ താമസിക്കുമോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റുഡൻറ്റ് ലോൺ വഴി നമുക്ക് കോഴ്സിന് പോകാം. അപ്പം അവർ ഓരോ ഇതായിട്ടാണ് തരുന്നത്. നമ്മൾ ഒരുമിച്ച് നമ്മൾക്ക് പൈസ തരത്തില്ല. ഒരു 6 ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് അവർ തരുന്നത്. അത് നമ്മുടെ അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. നമ്മളാണത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് തിരിച്ചടയ്ക്കേണ്ട കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും അവരത് ഓട്ടോമാറ്റിക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ സാലറി കിട്ടുകയുള്ളൂ. പിന്നെ ചിലർക്ക് സംശയം, നമ്മൾ ഈ സ്റ്റുഡൻറ്റ് ലോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചടയ്ക്കണമെന്നാണ്. നമ്മളത് തിരിച്ചടയ്ക്കണം. നമ്മളത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ട് നമ്മളെപ്പോഴാണോ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മാർച്ച് വരുമല്ലോ, അന്നേരപ്പം തൊട്ടും അവരത് കട്ട് ചെയ്യും. അതുകൊണ്ട് സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുന്നവർ അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാതെ നേരെ പഠിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കത് ജോലി കിട്ടുമ്പം അത് അടച്ചാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഈ പഠിച്ച ജോലി അല്ലാതെ നമ്മളിപ്പം സപ്പോസ് നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തു, പക്ഷെ നമ്മൾക്ക് ആ ജോലിയിലേക്ക് നമ്മൾ പോയില്ല, നമ്മൾ നമ്മുടെ ഇപ്പുറത്തെ നഴ്സിങ്ങിൻ്റെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ അവിടെ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ജോലി കിട്ടിയിട്ട് മാത്രം, അതായത് നമ്മൾ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് നമ്മൾ ലോൺ എടുത്തത്. അപ്പോൾ ആ പോസ്റ്റ് ഗ്രാജുവേറ്റിന് നമ്മളത് പഠിക്കുന്ന ആ ജോലി കിട്ടാതെ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ RCNൻ്റെ ഗ്രാൻറ്റും കാര്യങ്ങളും അതൊക്കെ എല്ലാം ഒക്ടോബർ മന്തിലൊക്കെയാണ് അതിൻ്റെ ഇത് വരുന്നത്, ഡെഡ് ലൈനൊക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടും എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഈ പ്രാവശ്യം ഞാനത് അപ്ലൈ ചെയ്തില്ല. കാരണം ഞാൻ ഓർത്തു കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ലോങ് പ്രോസസ്സാണ് അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഞാനത് ഈ പ്രാവശ്യം അപ്ലൈ ചെയ്തില്ല. കാരണം 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് ഞാനത് എന്താ പറയുക ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. പക്ഷെ എന്ന് പറഞ്ഞാൽ എന്തോരം ആൾക്കാരാണ് ഇല്ലേ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ശ്രമിച്ച് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സ് ഉണ്ടോ അവിടെ നിങ്ങൾ അല്ലെങ്കിൽ ഏത് കോഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. നമ്മൾ GNMകാർക്ക് നമുക്ക് പോസ്റ്റ് BSCയുടെയോ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഡിഗ്രിയുടെയോ ഒന്നും ആവശ്യമില്ലാതെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി ആണ്. അപ്പം അത് നമ്മൾക്ക് അപ്ലൈ ചെയ്ത് നമ്മൾക്കത് പഠിക്കാൻ തുടങ്ങാം. പിന്നെ ഫീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ എന്താ പറയുക ഈ പെർമനൻറ്റ് റെസിഡൻ്റ് ആയിട്ടുള്ളവർ അവർക്ക് വരുമ്പോഴത്തേക്കാണ് ഇത് ഹോം ഫീസ് എന്നും പറഞ്ഞിട്ട് വരുന്നത്. അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഉള്ളവർക്ക് ഹോം ഫീസ് എന്നും പറഞ്ഞിട്ട് വരും. ഈ 5 വർഷത്തിന് താഴെയുള്ളവർക്കാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇൻ്റർനാഷണൽ ഫീസ് ആയിരിക്കും അവർക്ക് വരുന്നത്. കാരണം അവർ ആ വിസയിൽ നിൽക്കുന്നത് കൊണ്ട്. പക്ഷേ റെഡ് ഓഫ് റെസിഡൻസ് വരുമ്പോഴത്തേക്കിനും UK ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് നിങ്ങൾ ആ ഫീസിൻ്റെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. എൻ്റെ അറിവിൽ നമ്മൾ ഈ 5 വർഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ PR കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഫീസ് വരുമെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ അത് നിങ്ങൾ ചോദിച്ചിട്ട് യൂണിവേഴ്സിറ്റി ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരുമാനിക്കുക.
ഇപ്പം ഇപ്പം നമ്മൾ ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വരുന്നത്, ഇപ്പം ഞാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 12,400 ആണ് വരുന്നത്. 2 ഇയേഴ്സ് പാർട്ട് ടൈമാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം അത് അത്രയാണ് വരുന്നത്. അത് ഞാൻ പിന്നെ അപ്പം ഞാൻ എൻ്റെ ജോലി ഞാൻ പാർട്ട് ടൈമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കാരണം നമ്മൾക്ക് ഈ ഫുൾ ടൈം ജോലി പിന്നെ നമ്മുടെ പഠിത്തം എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമുക്ക് ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് പക്ഷെ അങ്ങനെ മാനേജ് ചെയ്യുന്നവർ കാണും, ഫുൾ ടൈമും പിന്നെ പാർട്ട് ടൈം സ്റ്റഡി ആയിട്ട്. പക്ഷെ ഞാനിത് എന്താ പറയുന്നത്, പാർട്ട് ടൈം ആക്കി. കാരണം കുറേ നാൾ ഇങ്ങനെ പഠിക്കാതൊക്കെ ഇരുന്ന ടച്ചൊക്കെ വിട്ടുപോയല്ലോ. അപ്പം അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെ പെട്ടെന്ന് തുടങ്ങുമ്പോഴത്തേക്കിനെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തിരി സമയം ഇപ്പം കണ്ടിന്യൂസ് ഇങ്ങനെ പഠിച്ചു വരുന്നവരെക്കാട്ടിലും ഇരട്ടി സമയം ചിലപ്പം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഒരു പാർട്ട് ടൈം ചെയ്തിട്ട് കുറച്ച് ഞാൻ എന്താ പറയുന്നത്, കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇപ്പം ഞാൻ യൂണിയിൽ പോകുന്നുണ്ട്. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ മനസ്സിലായില്ല ഞാൻ ഇത്ര കൃത്യമായിട്ട് എന്താണ് പറയുന്നതെന്ന്. GNMകാർക്ക് ഇത് പോസ്റ്റ് ഡിഗ്രി ഇല്ലാതെ, അതായത് ടോപ്പ് അപ്പ് ഡിഗ്രി ഇല്ലാതെ നമ്മൾക്ക് മാസ്റ്റേഴ്സിന് പോകാമെന്നുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടു, തിരിച്ച് ഞാൻ റിപ്ലൈ അയച്ചോളാം. അപ്പം കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് കുറേ റിസർച്ച് ചെയ്തിട്ടാണ് ഇതിനിപ്പോൾ പോയത്. അപ്പം ആർക്കെതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.